അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമുക്ക് പപ്പുവിൻ്റെ ഒരു സിനിമയില്ലേ, ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല, പിന്നെ വല്ലവരുമായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത സഹപ്രവർത്തകരൊക്കെ ആയിട്ട് വല്ല രാജ്യത്തല്ല ഈ മദ്രാസിലെടുത്ത് പോകുമ്പോൾ വല്ല സമയമുണ്ടെങ്കിൽ അവിടുത്തെ ഫീസ് നോക്കും. അത് മോശം സിനിമ ഒന്നും കാണത്തില്ല, എല്ലാം നോക്കി കണ്ടാൽ പിന്നെ മോശമാണെന്ന് കണ്ട് അപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഒരു സംശയമില്ല കരുതി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് എന്തിനാ വൈഷുഡ് നമ്മളിത് ഹൃദയം എന്തിനാണ് ആവശ്യമില്ലാതെ ശുശ്രൂഷയിരിക്കണമല്ലേ. അപ്പം അത് എന്താ ഞാൻ ഈ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു സിനിമ ഈ പണ്ടുണ്ടായിരുന്നതാണ് പപ്പുവിൻ്റെയൊക്കെ. പപ്പു ഒരു സ്പാനറൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളാനകളുടെ നാട് അങ്ങനെ എന്താ ഇപ്പം ശരിയാക്കി തരാമെന്നാണ്. ഇത് ഏറ്റവും കൂടെ പറയണ ആരാണെന്നറിയാമോ? പിശാച. നമുക്ക് പിശാചാണ് ഇത് ഏറ്റവും കൂടി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. എന്താണ് ആ പിശാച പറഞ്ഞത്? അതിൽ ഇവനിങ്ങനെ കണ്ണും വെച്ച്, ബൈബിൾ പറയണമെന്നറിയാമോ? ബൈബിൾ പറയണത് ഇവനിങ്ങനെ കണ്ണും വെച്ച് വാതിക്കലിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അപ്പം ഇവൻ ചാടി പറ്റും. അതുകൊണ്ട് ബൈബിൾ പറയും നീ തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് വായിച്ചത് ഭാഗം വായിച്ചേ. ഉൽപ്പത്തി 4:7 ഉചിതമായി പ്രവർത്തിച്ചാൽ, ആരുടെ കായനോട് ദൈവം പറഞ്ഞാണേ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലോ ദൈവം. അപ്പൊ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാരനാകത്തില്ലേ. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഞാൻ അർത്ഥം എങ്ങനെ കീഴടക്കണം? എങ്ങനെ പാപത്തെ കീഴടക്കണത്? നല്ലത് എല്ലാത്തിലും നല്ലത് ചെയ്യാൻ നോക്കണം. എല്ലാത്തിൻ്റെയും നല്ലത് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ അല്പം തെറ്റിപ്പോയാൽ ഉടനെ അവൻ പറയും ഇപ്പം ശരിയാക്കി തരാൻ. ഞാൻ കയറി വരും. ഇപ്പം എന്ത് ചെയ്താലും ഓരോ വിഷയത്തിനും അതിൻ്റെ നല്ലത് ഏതാണെന്ന് നോക്കണം. എന്ന് വെച്ചാൽ നല്ലതെന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പം വെച്ചാൽ നല്ലതെന്ന് വെച്ചാൽ അതിൽ ദൈവത്തിന് നല്ലതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് ഈ ആൾക്കാർക്ക് പണി കിട്ടുന്നത്. അവർ നല്ലതെന്ന് നോക്കിയാൽ എനിക്ക് തോന്നി അത് നല്ലതാണെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണെന്ന് പറയും. പക്ഷെ അവിടെ എന്താ വിഷയം? അത് ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണം. ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് മെസ്സേജ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ ചില കൺഫ്യൂഷൻ വരും, മെസ്സേജ് എടുക്കണിപ്പിക്കുകയാണ്. ദൈവം നല്ലതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് നല്ലതേ ചെയ്യിക്കത്തുള്ളൂ, ചിന്തിപ്പിക്കത്തുള്ളൂ, നടപ്പിൽ വരുത്തിക്കത്തുള്ളൂ. നമ്മൾ എന്തെടുത്താലും പറ്റിപ്പും തട്ടിപ്പും മറ്റുള്ളവരെ സൈഡ് ലൈൻ ചെയ്യുകയും അവൻ്റെ വളർച്ചയെ തടുക്കണ രീതിയിൽ നമ്മൾ പെരുമാറുകയും. ഈ മലയാളികളെ കൊണ്ട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാവറച്ചൻ്റെ കാലം വരെ ഇവിടെ ഈ 2000 കൊല്ലം വിശുദ്ധരിയില്ലല്ലോ. നമ്മുടെ പോർട്ടുഗീസുകാർ വന്നു നമ്മുടെ പാരമ്പര്യമെല്ലാം കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും കത്തിക്കണ മുമ്പ് ഒരു കൊല്ലം ഉണ്ടായിരുന്നില്ല. 1500 കൊല്ലം ഒരു വിശുദ്ധം പോലും ഇല്ല ഈ സഭയിൽ, നമ്മുടെ സഭയിലില്ല. അവർ ചാവറച്ചൻ പോലും, ഞാൻ ചാവറച്ചൻ്റെ ഒരു വലിയ ഭക്തനാണ്. ഭക്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക ഭക്തനാണ്, ചരിത്രപരമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കണ്ണ് തുറന്നതിന് ശേഷം കർമ്മലിതക്കാരുടെ പാല് കുടിച്ചാൽ വളർന്നതാണ്. കണ്ണ് നിറഞ്ഞു ഇത് കേൾക്കുമ്പോൾ. എന്താ കാര്യം വെച്ചാൽ കർമ്മലിതക്കാർ തന്ന ആധ്യാത്മികത ഉണ്ട്. അത് ഏത് ആധ്യാത്മികതയാണ്? ഉദയം സൂര്യദിവസത്തിലൂടെ ആ സഭാ നവീകരണ പ്രക്രിയയിലൂടെ അത് ഏറ്റെടുത്ത് കർക്കശമായി ഒത്തിരി തെറിയും ഒത്തിരി സങ്കടവും ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് തന്നെയാണ് അവരിതെല്ലാം സഭയെ നവീകരിച്ചെടുത്തത്. എടുത്തതിന് ശേഷം നമുക്ക് വിശുദ്ധരുണ്ടായി, വിശുദ്ധ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ എങ്ങനെയാണ് കൗദാശ ജീവിതം എന്നൊക്കെ മനസ്സിലായി. നമ്മൾ ആഴമായ സാക്ഷികളായി മാറി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്തുമാത്രം സുവിശേഷ പ്രവർത്തകരുണ്ടായി. ഈ പോർട്ടുഗീസുകാർ വരുന്ന മുമ്പ് ഒരു സുവിശേഷ പ്രവർത്തനം കാണിച്ചു തരാവാ? ആരുമില്ല. ഇനിയിപ്പോൾ എന്തെല്ലാം വിശുദ്ധന്മാരുണ്ടായി. ഇപ്പോൾ കുഞ്ഞാനച്ചനെ പോലെയുള്ള എന്തുമാത്രം വിശുദ്ധന്മാരിന് വരാൻ പോകുന്നു. അവരാരെല്ലാം എന്താണ്? അതെല്ലാം വരാപ്പുഴ വികാരിയാത്തിൽ നിന്ന് പ്രസരിച്ച ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള കൃപകളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മളെ ചരിത്രത്തെ ഇപ്പം എല്ലാവരും പൊടിച്ചുകാരെ തെറി വിളിക്കുകയും കർമ്മലിച്ചക്കാരെ എപ്പോഴും പുച്ഛത്തോട് നോക്കുകയും ചെയ്യുന്ന ഒത്തിരി പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്.
പക്ഷേ ഞാനത് വേറൊരു വശം കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മികത എന്താ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കർമ്മലിത്തക്കാരുടെ ആധ്യാത്മികതയാണ്. ഈ സ്റ്റവലിൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്റ്റവലിൻ്റെ പിതാവാണേ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് മാന്നാനത്ത് CMA ആശ്രമം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അന്ന് പാലക്കലച്ചനുണ്ടായിരുന്നു. പാലക്കലച്ചനും ചവറ അച്ഛനായിരുന്നു, അതായത് ക്ലിയറിയായിട്ട് പട്ടം കിട്ടിയുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിന് അന്ന് കാര്യം മുഴുവൻ ചൊറിയായിരുന്നു. ഈ വഴിക്ക് ആലപ്പുഴ വന്ന് താമസിച്ച് ഭയങ്കര രോഗങ്ങൾ പിടിച്ചിട്ട് പാവം അവിടെ പോയി ആയുർവേദ ചികിത്സയായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ചൊറി പിടിച്ച കാലം തളർന്ന കാലമായിട്ട് ഈ സായിപ്പല്ലേ മുഴുവനും ചുവന്ന് നേറി വന്ന് കുടമാളർന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ് നിങ്ങളിട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആദ്യത്തെ ആശ്രമക്കല്ലിടുന്നത്. അദ്ദേഹം ഒരു 200 സ്കൂടി കൊടുക്കും. 6 വെള്ളി നാണയമാണ് സ്കൂടി എന്ന് പറയണത്. അത് ആദ്യത്തെ സംഭാവനയാണത്. നമ്മുടെ സഭയുടെ ചരിത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പഠിക്കാൻ നോക്കണം. അല്ല, സഭയുടെ പഠിക്കണത് ഈ സഭയെ വെറും ഒരു ജാതി സമാജമായിട്ട് കാണുന്നവരാണ് പലപ്പോഴും മറ്റുള്ളവരെ ഈ സഭയിൽ നടന്നിട്ടുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളെയും സംശയം ദൃഷ്ടിയോടെ നോക്കുന്നത്. സഭ ജാതി സമാജമല്ല, സഭ തിരുസഭയാണ്. കർത്താവിൻ്റെ വിശുദ്ധമായിരുന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മീയ സുവിശേഷ സാക്ഷ്യക്കൂട്ടായ്മയാണ്. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരന് 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ് സാക്ഷ്യം പറയാൻ വൈകിയതിന്. എൻ്റെ പേര് ലിനി നോയൽ, ഇതെൻ്റെ ഹസ്ബൻഡ് നോയൽ മോറിസ്, എൻ്റെ മക്കൾ സിയോണ, നിയോറ. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി 7 വർഷം കഴിഞ്ഞിട്ടും രണ്ടാമത്തെ കുഞ്ഞ് ആവണില്ലായിരുന്നു. എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങി രണ്ടാമത്തെ ആവാത്തതിനെ പറ്റി. അപ്പോഴും എനിക്ക് ആദ്യമൊന്നും അധികം മൈൻഡില്ലായിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും അതൊരു നിയോഗമായിട്ട് വെച്ചില്ലായിരുന്നു. ദൈവം അപ്പോൾ എല്ലാവരും ഡോക്ടറിനെ കാണാൻ പാടില്ലേ, ഇത്രയും നാളായിട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ ദൈവത്തിന് തരാമെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം തരും എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഉടമ്പടിയിലൊരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി പത്രം വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് പിറ്റേന്ന് പത്രം എല്ലാ വീട് തോറും കയറി ഇറങ്ങി കൊടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പ്രഗ്നൻ്റായി ഭയങ്കര ഹൈ ഷുഗറൊക്കെ ആയിരുന്നു എനിക്ക്. ഷുഗറിൻ്റെ ഡോക്ടറിനെ കണ്ട് 1 മാസത്തോളം. അപ്പോൾ ഉടമ്പടി തൈലമൊക്കെ എന്നും പുരട്ടി പ്രാർത്ഥിക്കും. എപ്പോഴും ഉടമ്പടി പ്രാർത്ഥനയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 1 മാസം കൊണ്ട് തന്നെ എൻ്റെ ഷുഗർ നോർമലാക്കി ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച്. അങ്ങനെ 2.5 മാസമായപ്പോൾ തന്നെ കുഞ്ഞിന് എനിക്ക് ആദ്യത്തെ ഫുള്ള് ബെഡ് റെസ്റ്റായിരുന്നു. സ്റ്റിച്ചിട്ടത് കൊണ്ട് രണ്ടാമത്തതും 2.5 മാസമായപ്പോൾ സ്റ്റിച്ചിടണമെന്ന് ഡോക്ടർ പറഞ്ഞ്. അതുപോലെ തന്നെ ഫുള്ള് ബെഡ് റെസ്റ്റായി. അങ്ങനെ ബെഡ് റെസ്റ്റിലേക്ക് പോയപ്പോൾ എനിക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവാണ് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയത്. ഉടമ്പടിയിൽ ഭർത്താവിന് ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടായി. അത് ഭർത്താവ് തന്നെ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് നോയൽ. ഞാൻ 2023 ആണ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി ബെഡ് റെസ്റ്റ് ആയപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ അമ്മച്ചി ഒരു കിടപ്പ് രോഗിയായിരുന്നു. അപ്പോൾ അമ്മച്ചീനെ ശുശ്രൂഷിച്ചിട്ടിരുന്നത് എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ജീവിത പങ്കാളി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ബെഡ് റെസ്റ്റ് വന്നപ്പോഴേക്കും അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടി വന്നു. എൻ്റെ മൂത്ത മകളെ സ്കൂളിൽ വിടുന്നതിനും പ്രഗ്നൻ്റായ വൈഫിനെ നോക്കേണ്ടി എനിക്ക് വന്നു. അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് കൃപ നൽകിയത് ഉടമ്പടി വഴിയാണ്. ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തത്. പിന്നെ ജോലിയൊക്കെ പലതും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ ഞാൻ ഒരു മത്സ്യബന്ധനത്തിന് കുറച്ച് നാൾ പോയി. എനിക്ക് പരിചയമില്ലാത്ത ഫീൽഡായിരുന്നു. അപ്പോൾ കടലിൽ പോയപ്പോൾ പെട്ടെന്നൊരു ശക്തമായ കാറ്റ് വീശുകയും
ഞങ്ങളെല്ലാം പരിഭ്രാന്തരായും ചെയ്തു. അതായത് അതിഭയങ്കരമായ കാറ്റായിരുന്നു. അത് കണ്ണ് പോലും കാഴ്ച പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു. അങ്ങനെ മുതിർന്നവർ വരെ ഭയപ്പെട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആകെ ബുദ്ധിമുട്ടിലാകും, വെള്ളം മറിഞ്ഞു പോയാൽ ഞങ്ങൾ മരിച്ചു പോയേക്കുമെന്ന് വരെ ഭയം തോന്നി. അങ്ങനെ ഞാൻ എപ്പോഴും ഉടമ്പടി ഉപ്പ് പോകരി കരുതുമായിരുന്നു. അത് ഞാൻ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇച്ചിരി ധൈര്യം വരാൻ തുടങ്ങി. മാതാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്നെ സുരക്ഷിതമായി എത്തിക്കുമെന്നുള്ള സന്ദേശം എനിക്ക് കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാറ്റ് ചെറുതായിട്ട് കുറഞ്ഞു, മുമ്പിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പ്രതീക്ഷ വന്നു, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ കിട്ടി. അങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പൂർണ്ണമായിട്ടും കാറ്റ് മാറിപ്പോയി. അങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ദൈവം ഞങ്ങളെ എത്തിച്ചേർത്തു. പിന്നെ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണില്ലായിരുന്നു. LKG തൊട്ട് പഠിച്ചാൽ മാത്രമേ ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന് അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ സ്കൂളിൽ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ സ്കൂളിൽ നിന്ന് കോള് വന്നു, നിങ്ങൾക്ക് കൊച്ചിന് റെഡി ആയിട്ടുണ്ട് അഡ്മിഷൻ, വരാൻ പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങൾക്ക് സഹായിച്ചു തന്നു. പിന്നെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിറ്റ് പോകണമെന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ആൾ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വേണം. അങ്ങനെ അത് അദ്ദേഹത്തിന് കൊടുത്ത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിത്തന്ന്. പിന്നെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, ഈ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര നാണമായിരുന്നു, ആളുകളെന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്തുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലായപ്പോൾ ഞങ്ങൾ ഭയങ്കര അഭിമാനത്തോടെയാണ് പത്രം ആളുകൾക്ക് പറഞ്ഞ് ഈശോയെയും പരിശുദ്ധമ്മയെയും കുറിച്ചും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുകയും, അപ്പോൾ അവർ തന്നെ ഇവിടെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങളുടെ മുൻകൈ എടുത്ത് വരും. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ചൊല്ലുന്നത്. പിന്നെ പള്ളിയിലൊക്കെ പോകാനൊക്കെ മടിയായിരുന്നു. ഇപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു. കുടുംബ പ്രാർത്ഥന 7 മണി സമയമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും വന്നിരുന്ന് അപ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടേ അടുത്ത കാര്യം ചെയ്യുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ നടത്തൂല. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എൻ്റെ വീട്ടിലെപ്പോഴും ഒരു ചേട്ടൻ വരും. അപ്പോൾ ചേട്ടന് ഭക്ഷണം കൊടുക്കും ഞങ്ങൾ. അപ്പോൾ അവിടെ പാവപ്പെട്ട ഒരു ചേട്ടനാണ്. അപ്പോൾ ഭക്ഷണമില്ലെങ്കിൽ പോലും എൻ്റെ ജീവിത പങ്കാളി അത് ഇണക്കി കൊടുക്കും. പിന്നെ വസ്ത്രമില്ലാത്തവർക്കൊക്കെ വസ്ത്രമൊക്കെ കൊടുത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് വഴി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94:18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാല് വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിനി നോയൽ ചെല്ലാനം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ചുറ്റുമുള്ളവരുടെ നിരവധിയായ ചോദ്യങ്ങളായിരുന്നു. രണ്ടാമതൊരു മക്കളില്ലാത്തത്. എന്നാൽ 7 വർഷത്തിന് ശേഷം പരിശുദ്ധ അമ്മയിലൂടെ ഇവർക്കൊരു മകളെ നൽകി അമ്മ അനുഗ്രഹിക്കുകയാണ്. കാരണം ഉടമ്പടിയിലായിരിക്കുമ്പോഴാണെങ്കിലും ഈ മകള് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു, രണ്ടാമതും ഒരു കുഞ്ഞിനെ നൽകുമെന്നുള്ളത്. അത് ഉടമ്പടിയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമായിട്ട് മാറുകയാണ്. കാരണം രണ്ടാമത്തെ പുതുക്കലിന് ശേഷമാണ് ഈ ഒരു സന്തോഷ വാർത്ത തന്നെ തനിക്കുണ്ടാവുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ലിനി നോയലിൻ്റെ കുടുംബത്തിന് ഉണ്ട്. കാരണം പ്രസവത്തിന് ശേഷമാണെങ്കിലും
ബെഡ് റെസ്റ്റൊക്കെ വന്ന സമയത്ത് ആ കുടുംബത്തിലെ അമ്മയും ലിനിയൊക്കെ ബെഡ് റെസ്റ്റ് ആകുമ്പോൾ നോയൽ എന്ന ചേട്ടൻ തന്നെയായിരുന്നു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നത്. അത് ഉടമ്പടിയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് ഭാര്യയ്ക്ക് ഉടമ്പടിയിൽ മുടക്കമിങ്ങനെ വന്നപ്പോൾ താൻ തന്നെ ഉടമ്പടി എടുക്കാനും ഉടമ്പടി ജീവിക്കാനുള്ള തീരുമാനം തന്നെയാണ് മുമ്പോട്ട് പോകുവാനായിട്ടൊക്കെ ഇവരെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾക്കിടയിൽ മുമ്പോട്ട് പോകുമ്പോൾ, കടലിൽ പരിചയമില്ലാത്ത ജോലിക്ക് പോകുമ്പോഴും അത് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ഉറച്ച് ചൊല്ലിൻ്റെ പ്രാർത്ഥന ഫലം തന്നെയാണ് ഇവർക്ക് ഈ കുടുംബത്തിന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരു വലിയ സാക്ഷിയാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തത്. നിരവധിയായ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം തന്നെയാണ് ഈ കുടുംബത്തെ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് മാറ്റുക. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ ഇനിയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്നും നമുക്കും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ സാക്ഷിപീഠത്തിലേക്ക് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോന. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ്. ഞാൻ സെൻറ്റ് ജോൺസ് നെപ്പംസിയാനോസ് വടക്കങ്കര പള്ളി ഇടവകാംഗമാണ്. ഞാൻ 2025 ജൂലൈ 16 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് എടുക്കാനുണ്ടായ കാരണം 2024 ഞാൻ ജർമ്മൻ B2 എക്സാം ഫുൾ മൊഡ്യൂള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മുഴുവൻ തടസ്സങ്ങളായിരുന്നു. തടസ്സങ്ങൾ പറയാൻ എനിക്ക് മാത്രം ഇൻ്റർവ്യൂ എല്ലാം പാസ്സായെങ്കിലും എൻ്റെ കോൺട്രാക്റ്റോ എനിക്ക് മുന്നോട്ടൊട്ടും എൻ്റെ പേപ്പർ നീങ്ങുന്നില്ല. എൻ്റെ കൂടെ എഴുതിയവരും പാസ്സായവരും അത് കഴിഞ്ഞെഴുതി പാസ്സായവരും ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും ശരിയാവുന്നില്ല. ഏകദേശം 1 വർഷത്തോളം അടുത്ത് ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ നിന്നു. അപ്പോഴെല്ലാം ഞാൻ ഡെയിലി രാവിലെ ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ അന്ന് ഞാൻ കൂടുമായിരുന്നു. കാരണം അത് കൂടാനുള്ള കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, പഠിക്കുന്ന ഒരു ചേട്ടൻ, പുള്ളി എനിക്ക് ജർമ്മൻ കൃപാസനം പത്രവും മലയാളം കൃപാസനം പത്രമൊക്കെ കൊണ്ട് തന്നിട്ട് പറയുമായിരുന്നു ചേട്ടൻ അവിടെ പോകുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിങ്ങനെ ഡെയിലി ബ്രെഡ് രാവിലെ എല്ലാ ദിവസവും ഞാനിങ്ങനെ കൂടുമായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കാത്തവരോട് എടുക്കണം എന്നുള്ള രീതിക്ക് അച്ഛൻ ഒരു മോട്ടിവേഷൻ പോലായിരുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസും അതെടുത്താലുള്ള മുന്നോട്ടുള്ള കിട്ടാവുന്ന അനുഗ്രഹങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. എപ്പോഴും എനിക്ക് തോന്നിയില്ല എടുക്കാൻ. കാര്യം എൻ്റെ തോന്നൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ എന്തിനു ഉടമ്പടി എടുക്കണം? ഉടമ്പടിയിൽ എടുക്കേണ്ടത് ഒത്തിരി വലിയ ജീവിത പ്രശ്നങ്ങളുള്ളവരല്ലേ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിനു വേണ്ടി ഞാൻ പോയി ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഞാൻ ഓർത്ത് എങ്കിൽ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് ഓർത്ത്. അതാകുമ്പം അത് വെച്ചിരിക്കുന്നത് ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റാത്ത പഠിക്കുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെപ്പോലെ ഇവിടെ അടുത്ത് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അടുത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾ ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി എടുത്തിട്ട് അതിലാകെ ഞാൻ ബൈബിളൊക്കെ വായിക്കും. ബൈബിൾ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. കുർബാന എല്ലാ ദിവസവും ഉടമ്പടിക്ക് മുമ്പ്, അതായത് ഈ പാസ്സാകുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. കാര്യം അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാവിലെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അവിടെയുള്ള പള്ളിയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഈ പ്രോസസ്സിങ് ലേറ്റ് ആയപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു പോകാറായില്ലേ എന്ന് ചോദ്യം കേട്ട് ഞാൻ ആകെ സങ്കടിച്ച് പള്ളിയിലോട്ട് കയറുമ്പോഴേ ഇതാ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കരച്ചിൽ വരാമെന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് കുർബാന കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കേൾക്കുന്നു, എല്ലാവരും കാണുമ്പോൾ ഒരു സഹതാപ നോട്ടത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പേപ്പർ കൊടുത്ത് അവിടുന്ന് ഞാൻ പേപ്പർ പതിയെ മാറ്റി. അവർ പറഞ്ഞു സോനയുടെ പേപ്പർ ശരിയാവാൻ താമസം എടുക്കും, വേണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാനപ്പോൾ അങ്ങനെ മാറ്റി ജർമ്മനിയിലുള്ള ഒരു ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തു. അതെനിക്ക് ഇന്നും വിശ്വാസമുണ്ട്, മാതാവ് എനിക്ക് കൊണ്ടുതന്ന ആളാണ്. കാര്യം അത് പറയാൻ കാര്യം ആ ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു ഏജൻസിയിൽ പേപ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരത്രയും എല്ലാം ചെയ്യുന്നത് നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊന്നും അല്ല അവരില്ല. അവരവരുടെ ഓഫീസിൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് എല്ലാം ചോദിക്കുന്നത്, ഇൻ്റർവ്യൂ നടത്തുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഇതെൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്ന പോലെ എല്ലാം ഓപ്പണായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലും അങ്ങനെയാണ്. എൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തു.
അപ്പോൾ ചേട്ടൻ പേപ്പറെല്ലാം പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓൾറെഡി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മേടിച്ചു. ഞാനപ്പോൾ അപ്പോഴും ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് കൊടുത്ത് പേപ്പർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ കോൺട്രാക്റ്റ് തരാമെന്നുള്ള രീതിക്ക് ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സോന, ഇന്ത്യൻസിനെ അങ്ങോട്ട് അവർക്ക് എടുക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണോ, നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം തുടങ്ങുന്നത് ഭയങ്കര എന്താ പറയുക, തടസ്സം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒന്നും ശരിയാവുന്നില്ല. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നുള്ള ചോദ്യം, എല്ലാ വർഷങ്ങളും മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ യൂസ് ഇല്ല. ഇതുകൊണ്ട് ഓരോ ആൾക്കാർ ഈ B2 എക്സാം എത്ര കഷ്ടപ്പെട്ടാണ് പാസ്സാവുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഇവരിത് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ കരഞ്ഞ് ഫോണിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ ജർമ്മൻ 2-3 ദിവസം ഇങ്ങനെ പഠിപ്പിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു. ആൾ ഇവിടെ ഉടമ്പടി എടുത്ത ആൾ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ആൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെനിക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഉടമ്പടി തിരിയിൽ മാതാവിൻ്റെ അടയാളം ഇങ്ങനെ എനിക്ക് അയച്ചു തന്നു ഫോണിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു അവളോട്, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിക്ക് എടുക്കണമെന്ന് ചോദിച്ചു ഉടമ്പടി. ഞാൻ ചോദിച്ചത് നീ എടുത്തതല്ലേന്ന്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് എടുക്കണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു, എന്നെ വിളിക്കുക മാതാവ് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഇവിടെ വരുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഉടമ്പടി നമ്മുടെ വിഷയം നടക്കാൻ വേണ്ടി മാത്രമല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി ഒരാളായിട്ട് എന്നെ മാതാവ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ 7 എന്നൊരു നമ്പർ എപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലും, അതുപോലെ ഇങ്ങനെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു 7-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റ് വരും, അല്ലെ 7-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ വരും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ല. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനം എടുത്തത് ജൂലൈ 7-ാം തീയതി ആയിരുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം അന്ന് ഞാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അതുപോലെ തന്നെ നിന്ന് പോയേനെ. ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ഈ 7 എന്നുള്ള നമ്പർ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് 7-ന് ഉടമ്പടി എടുക്കാൻ അന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ പറഞ്ഞു, അവൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി നമുക്ക് നേരത്തെ പോവാം എന്ന് പറഞ്ഞു. അവൾ നേരത്തെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈകിപ്പിക്കണ്ട, ഒരു തീരുമാനം എടുത്തില്ലേ, ഇനി ഇവിടെ വന്ന് മാതാവിൻ്റെ കൊടുത്താൽ മതി, മാതാവ് നോക്കിക്കോളും. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അത് ജൂലൈ 16-ാം തീയതി ഉടമ്പടി എടുത്ത് താഴെ ഇറങ്ങി അവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സുഗന്ധാഭിഷേകം എന്താണെന്ന് അറിയുന്ന. ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര മെസ്സേജ് ഫോണിൽ, സോന വേഗം ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചതാ, ഇപ്പോൾ ഉടനെ കഴിക്കണമെന്ന് പറഞ്ഞ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എല്ലാം അയച്ചു കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ വന്നു. 2 ദിവസം കഴിഞ്ഞ് ജൂലൈ 27-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റും വന്നു. പെട്ടെന്ന് സംഭവം നടന്നു. പക്ഷേ അത് അച്ഛൻ പറയുന്ന പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലായിരുന്നു. കാരണം നമ്മൾ ഉടമ്പടി എല്ലാവരും എടുക്കും, നമുക്ക് നമ്മുടെ ഉടമ്പടി വർക്കാകുമെന്ന് നമ്മളെ കാണിക്കും. നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലുണ്ട്. അതായിരുന്നു അത് വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി ഉഴപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മുന്നോട്ട് പിന്നെ ഇരട്ടി നമുക്ക് തടസ്സങ്ങളായിരിക്കും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്തതല്ല. എൻ്റെ ഇതുകൊണ്ട് സാഹചര്യം കൊണ്ട് ഞാൻ ഉടമ്പടിയേക്കാളും കൂടുതൽ പിന്നെ അങ്ങോട്ട് എൻ്റെ വിഷയത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. ഞാൻ ഉടമ്പടി പത്രമൊക്കെ കൊടുക്കാൻ താമസിച്ചു. അതെല്ലാം വീട്ടിലങ്ങനെ വെച്ചു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഡേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും ഉപയോഗിച്ചില്ല. ശരിക്കും ഉപയോഗിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഒന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെയാണ് അത് ഉപയോഗിച്ചത്. തെറ്റായിപ്പോയാണ് ചെയ്തത്. അപ്പം വെച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 45 ദിവസം കൊണ്ട് വരേണ്ട എൻ്റെ പാസ്പോർട്ട് അത്രയും ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പം ഞാനിവിടെ വന്നു, ടോക്കൺ എടുത്തു, അച്ഛൻ്റെ അടുത്ത് അൾത്താരെ വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ നിൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ പറഞ്ഞു. ഉടമ്പടി ചെയ്താൽ മതി, നമ്മുടെ മെറിറ്റിലല്ല സംഭവം വർക്ക്, നീ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് വന്നു. ഞാൻ എന്ത് കാര്യത്തിനാണ് അച്ഛനെ കണ്ടത് അത് നടന്നു. പാസ്പോർട്ട് എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞത് എന്താണെന്ന്. എൻ്റെ ഉടമ്പടി ശരിയല്ലായിരുന്നു. അത് കറക്റ്റാക്കാൻ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെയും റിപ്പീറ്റ് അത് തന്നെ ചെയ്തു. കാര്യം എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി, കരച്ചിലായി, നിരാശയായി. അതുകൊണ്ട് പിന്നെ ഉടമ്പടി ചെയ്യുന്നതിനോട് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതായി. രണ്ടാമത് വീണ്ടും വെച്ചു. വീണ്ടും വിസ റിജക്റ്റായി.
2 തവണ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് ആലോചിക്കുക. അപ്പം 2 ദിവസം റിജക്റ്റായി. ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഞാനങ്ങനെ 3ാമത് വെക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉടമ്പടി ട്രാക്കിലാക്കാൻ തുടങ്ങി. പത്രങ്ങളെല്ലാം അതിനു മുമ്പ് ഞാൻ മിച്ചേരുന്ന പത്രങ്ങളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിനു മുമ്പേ കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ അങ്ങനെ കാര്യമായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്തുള്ള കാരുണ്യഭവനിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. കൂടുതൽ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ പുതിയൊരു ഇതെനിക്ക് തോന്നിയത്, അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലും അച്ഛൻ പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസം പറയണേ. ആ ഓരോ കാര്യങ്ങളും ഞാൻ ബുക്കിൽ പോയിൻ്റായിട്ട് എഴുതാൻ തുടങ്ങി. വചനങ്ങൾ ആ കോട്ട് സഹിതം എഴുതാൻ തുടങ്ങി. അതെല്ലാം എന്നോട് പറയാനുള്ളത്. കാരണം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ മുഴുവൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വേറൊരു ദിവസം അച്ഛൻ മുഴുവൻ പറഞ്ഞത് ഓവറായിട്ട് നിരാശപ്പെട്ട അയ്യോ എല്ലാം പോയി എന്നും പറഞ്ഞ് നിൽക്കുന്നവരോട് പറയാനുള്ള കാര്യമാണ്. ഞാനിങ്ങനെ മുഖം ഭയങ്കര സങ്കടപ്പെട്ടിരുന്നപ്പോൾ അച്ഛൻ കറക്റ്റ് എന്നെ നോക്കി പറയുന്ന പോലെ പറയുകയാണ്, നീ മുഖം ഇങ്ങനെ വെച്ച് ഇരിക്കരുത്, നീ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ ദൈവത്തെ ഈശോയുടെ വചനങ്ങൾ കേൾക്കാനിരിക്കുക, അപ്പം നല്ല സന്തോഷത്തോടെ വേണം ഇരിക്കാനെന്ന്. അപ്പം തൊട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി ചെയ്താൽ മതി, ഇനി ഉടമ്പടി കൃത്യമായി ഞാൻ ചെയ്താൽ മതി, ഈ കാര്യം ഞാൻ വിട്ടേക്കാം. അങ്ങനെ ഇത് ഞാൻ വിട്ടു. ഇനി 3ാമതും കൂടെ വെച്ചേക്കാം, വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെ പോയി. 3ാമത് ഞാൻ വിസയ്ക്ക് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അപ്പം ഞാൻ ചെന്നപ്പം ബാംഗ്ലൂരായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഉടമ്പടിയിൽ ഞാൻ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് അടയാളം തരണം. ഇതിനു മുമ്പ് ഇങ്ങനെ അടയാളമൊന്നും എനിക്ക് അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവരുടെയും പേപ്പറുകൾ കൊണ്ടുപോകുന്നത് എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്നിട്ടുണ്ട്, നീല ഫയൽ പച്ച ഫയൽ എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നീലയും പച്ചയൊന്നും ഇല്ലെങ്കിലും ആർക്കും കിട്ടാത്തൊരു വെറൈറ്റി കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഫയലിലാണ് എൻ്റെ പേപ്പറെല്ലാം കൊണ്ടുപോയത്. അപ്പോഴും അന്നേരവും ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഫയൽ തുറന്ന് അതിനകത്തിട്ടു. അതിനെന്നെ അവർ വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇനി ഇതിൻ്റെ പേരിൽ വല്ലതും വരുമോ? എന്നാലും സാരമില്ല, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്കൗട്ട് ആവേണ്ടതാണ്, അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തു. ലാസ്റ്റ് 45 ദിവസം കഴിഞ്ഞിട്ട് വരേണ്ടതാണ്, പിന്നെയും പാസ്പോർട്ട് വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാറായിട്ടില്ല, പക്ഷെ ഞാനിവിടെ പത്രം മേടിക്കാനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ലേറ്റായപ്പോൾ അവർ പറഞ്ഞു, മെയ് 5 വന്നില്ലെങ്കിൽ ഈ ഇൻടേക്ക് പറ്റത്തില്ല, അടുത്ത ഇൻടേക്ക് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടുത്തെ ഫ്രണ്ടിലത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയി ഞാൻ പറഞ്ഞു, അങ്ങയുടെ ദാസിനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ദാസി ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിച്ച് പോകുമ്പോൾ സമാധാനത്തിൽ പോകാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന്, എന്തെങ്കിലും എനിക്കൊരു ആശ്വാസം കിട്ടാൻ എന്തേലും ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച പോലെ ഇവിടെ വന്ന് ഞാൻ ഇറങ്ങാൻ നേരം ഫോൺ തുറന്ന് നോക്കിയപ്പോൾ മെയിൽ വന്നു, സോയുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് മെയ് 14 ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, അമ്മ തന്നതാണെന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ഒരു തിരുനാൾ അല്ലെങ്കിൽ അമ്മയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു അടയാളം വേണമെന്ന്. അപ്പോൾ മെയ് 14 എൻ്റെ പാസ്പോർട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ചുമ്മാ നോക്കാം. നോക്കിയപ്പോൾ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. അപ്പോൾ അത്രയും മതി, എനിക്കിതിൽ കൂടുതൽ എനിക്ക് ഉറപ്പൊന്നും വേണ്ട, ഇനി കിട്ടിയില്ലേലും പോട്ടെ സാരമില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് 14 ഞാൻ രാവിലെ കാരുണ്യഭവനിൽ പോയി അവരുടെ അടുത്ത് പോയി ഇരുന്ന് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ കൊറിയർ പാസ്പോർട്ട് മേടിച്ചു. അതിൽ 7ാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 7ാമത്തെ പേജിൽ ഉപ്പിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെ. കാര്യം അത് പറയാൻ കാര്യം, 2 തവണ റിജക്റ്റായ വിസ 3ാമത്തെ തവണ, അത് 2ാമത്തെ തവണ റിജക്റ്റ് ആയത് കാലാവധി കഴിഞ്ഞു, അതായത് വാലിഡിറ്റി കഴിഞ്ഞെന്നും പറഞ്ഞാണ് സർട്ടിഫിക്കറ്റിൻ്റെ. 3ാമത്തെ തവണ അതേ ഇത് വെച്ച് തന്നെ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നുകൊണ്ട് മാത്രമാണ്, അല്ലെ ഒരിക്കലും കിട്ടില്ല. എന്തുറപ്പിൻ്റെ മേലില്ല ഞാൻ പിന്നെ അത് വെക്കേണ്ടത്. അങ്ങനെ തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന കാലത്തൊട്ട് ഭയങ്കര മൈഗ്രെയിൻ്റെ പ്രോബ്ലം ആയിരുന്നു. പഠിക്കുമ്പോഴും ഇങ്ങനെ വെയിലത്തൂടെയൊക്കെ ഒരുപാട് സഞ്ചരിക്കുമ്പോഴൊക്കെ തലവേദന കാരണം ഒട്ടൊന്നും പറ്റില്ല, ഫോൺ നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ എഴുതിയിട്ടൊരു നിയോഗമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെ വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരയ്ക്കും.
അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഇവിടെ അന്ന് ഞാനിവിടെ അഖണ്ഡജപമാല റാലിക്കും അതുപോലെ മാതാവിനെ ഇവിടെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ വന്നപ്പോൾ നല്ല വെയിലത്താണ് വന്ന് നിന്നത്. അപ്പോഴൊന്നും ഒരു തലവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല, മൈഗ്രെയിനുള്ള പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാടുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കോട്ടയം സ്റ്റാൻഡിലാണ് കൊടുക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുക്കും. മിച്ചം വരുന്ന പത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താമസിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് പൈസ എടുത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇപ്പം തൊട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കാരുണ്യഭവൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള അവിടെ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അഭിഷേകം എന്നല്ല, എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന 3-4 വചനഭാഗങ്ങളുണ്ടായിരുന്നു. പ്രഭാഷകൻ 2:5, അതായത് എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമാനും. അതായത് ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യന് സഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അതിൽ പേടിക്കണ്ടെന്ന്, അങ്ങനെ അതിലാണ് ഞാൻ ധൈര്യപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ റോമ 8:18 നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ നിസ്സാരമായി കാണുന്നു. ഈ 2 വചനങ്ങളും എനിക്ക് ഭയങ്കര ശക്തി തന്ന വചനങ്ങളാണ്. ഇത് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനോട് നന്ദി പറയും. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സോന സാബു കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളെ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ഉടമ്പടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത്. കാരണം ഉടമ്പടി എടുക്കുവാനായിട്ടുണ്ടായ തീരുമാനം, കാരണം തനിക്ക് ജർമ്മനിക്ക് പോകുവാനുള്ള ഓരോ കാര്യങ്ങൾ ശരിയായിട്ടിരിക്കുമ്പോഴും നിരവധിയായ തടസ്സങ്ങളാണ് ഓരോന്നായിട്ടും കടന്നു വരിക. എന്നാൽ തൻ്റെ കൂട്ടുകാരുടെ ആണെങ്കിലും ജൂനിയറിൻ്റെ സ്നേഹത്തിലൂടെയാണെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് വരികയും, എന്നാൽ ഉടമ്പടി എടുത്ത തീരുമാനം മുതൽ പരിശുദ്ധമ്മയുടെ ഒരു വലിയ ഇടപെടലെന്നോണം ഉണ്ടായ തടസ്സങ്ങൾ മാറി. അത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണിച്ചത്. എന്നാൽ തുടർന്ന് പോകുമ്പോഴും ഉടമ്പടിയിൽ വന്നുപോയ വീഴ്ചകൾ നമുക്കത് ഈ മകളുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഉണ്ടാകുന്നൊരു തിരിച്ചറിവ് തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും ഉടമ്പടിയിൽ ഉറച്ച് ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ എന്തിനാണോ നിയോഗത്തിന് വെച്ചത്, എന്നാൽ ആ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് ഉടമ്പടിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം തന്നെയാണ് മുമ്പോട്ടുള്ള വഴികളിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം പലതവണ വിസ റിജക്റ്റ് ആകുകയും, എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും ഉടമ്പടി ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഒരു അടയാളമായിട്ട് പരിശുദ്ധ അമ്മയുടെയൊക്കെ ഒരു തിരുനാളിൽ തന്നെ എനിക്ക് അത് പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് നൽകണമെന്നൊക്കെ പ്രാർത്ഥിക്കുക ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഭാഗ്യമാതാവിൻ്റെ തിരുനാളിൽ തന്നെ ആ ഒരു ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ ഒരു അടയാളമായിട്ട് വിസ അത് നൽകുകയൊക്കെ ചെയ്തു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയും അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ പ്രവൃത്തികളിൽ കൂടുതലായിട്ട് വചനം വായിക്കാനാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോഴാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഈ മകളെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ട് അടുപ്പിക്കുവാനും അത് വളരെയേറെ ഉടമ്പടിയോട് ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു ബോധ്യത്തിലേക്കാണ് ഈ മകളെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്തത്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഈ മകളെ കൂടുതലായിട്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മുമ്പോട്ട് പോകുവാനും, കാരണം എന്തിലും എനിക്ക് ആദ്യം ആശ്രയിക്കാനായിട്ട് സാധിക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക ചെയ്തത്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ വചനത്തോട് ചേർന്ന് കൊണ്ടും വചനം മനസ്സിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വചനത്തിനിഷ്ഠിതമായിട്ട് ജീവിക്കാനൊക്കെയായിട്ട് ക്രമപ്പെടുത്തുവാനായിട്ട് തന്നെ വളരെയേറെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ
ഇനിയും ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തെഴുന്നേൽത്ത് ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ആൻഡോ, എൻ്റെ ഭാര്യ ജൂലിയൻ, മക്കളായ നിയ, കേറ്റ്, ഇമ്മാനുവൽ. ഞങ്ങൾ മുഹമ്മദ് സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചയുടെ ഭാഗങ്ങളാണ്. ഞങ്ങൾ അബുദാബിയിലാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 3ാമത് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 5 വർഷത്തോളം ആയി, പക്ഷേ കുട്ടികളൊന്നും ആയില്ല. വൈഫിൻ്റെ സുഹൃത്തായ സ്വപ്ന എന്ന സിസ്റ്റർ കൃപാസനത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ ദൂരമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾ പലതവണ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയിട്ടെങ്കിലും, പലതവണ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ല. ആ സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 11, 2025 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കറക്റ്റ് 60 ദിവസം 60 ഡേയ്സ് ആയപ്പോഴേക്കും, അതായത് മാർച്ച് 11-ാം തീയതി, മാർച്ച് 11-ാം തീയതി 2025 വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്തു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനയിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും വ്യഞ്ജനിച്ച വസ്തുക്കൾ, ഉപ്പ്, തേന് എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മാർച്ച് 11-ന് അത് കൺഫേം ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ, അടുത്ത കുഞ്ഞിന് ഇമ്മാനുവൽ എന്നൊരു പേര് നൽകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് ഈ പേര് വെളിവാക്കി തരണമേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മൊബൈലിൽ ഞങ്ങളുടെ ഒരു പ്രവാസി ഗ്രൂപ്പുണ്ട്, അതിലൊരു മെസ്സേജ് വന്നു, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സെക്രട്ടറി ഇമ്മാനുവൽ എന്ന്. പക്ഷേ എനിക്കത് വിശ്വാസമായി. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നു. വീണ്ടും മെസ്സേജല്ല, ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് ഇന്ന് ഓഫീസിലേക്ക് പോകാറുള്ളത്. ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഓണാക്കി ഇട്ടേക്കും. പക്ഷേ അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഡെയിലി ബ്രെഡ് കഴിഞ്ഞു. അടുത്ത സാക്ഷ്യമായി ഒന്ന് കയറി വന്നത്, ഓട്ടോമാറ്റിക്ക് കയറി വന്നു. ആ വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് പേര് ഇമ്മാനുവൽ എന്ന് തന്നെയാണ്. എൻ്റെ പേര് ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു സാക്ഷ്യം തുടങ്ങിയായിരുന്നു. എനിക്കപ്പോൾ കൺഫേമായി, മാതാവും ഈശോ ഇതിൽ ഇടപെട്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക്, വൈഫിന് ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വൈഫ് പറയുന്നതാണ്. എൻ്റെ പേര് ജൂലിയൻ, ഞങ്ങൾ അബുദാബിയിലാണ്. ഇച്ചായൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. 2ാമത്തെ ആൾ ആയതിന് 6 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും രാവിലെ മെഴുകുതിരി വെച്ച പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. അതുപോലെ ഡെയിലി കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകം നിയോഗവും മാതാവിനും കൃപാസന മാതാവിനും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ 2 മൂത്തവരുടെ 2 പേരും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് തന്നെ 3ാമത്തതും സിസേറിയൻ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, ഇൻഫെക്ഷൻ കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയായിരുന്നു 3ാമത്തതും സിസേറിയൻ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആദ്യത്തെ മന്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്മ ഉണ്ടായിരുന്നു. എനിക്ക് ആസ്മയൊന്നും നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ ആസ്മാറ്റിക്കായി. പിന്നെ വീണ്ടും 2 സിസേറിയൻ കഴിഞ്ഞതിൻ്റെ 3ാമത്തേതായപ്പോഴേക്കും പ്ലാസൻ്റ ലോ ലൈയിങ് ആയി, അതുപോലെ പ്ലാസൻ്റ അറ്റാച്ചായി, ബ്ലാഡറിനോട് അറ്റാച്ചായി, അങ്ങനെ കോംപ്ലിക്കേഷൻസ് എല്ലാം വന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ അവിടെയൊക്കെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ കോർണിഷ് എന്ന് പറഞ്ഞ അബുദാബിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കണം. അപ്പോൾ 8 മാസത്തിൽ തന്നെ അവനെ എടുക്കേണ്ട വന്നു.
അപ്പം അവർ കോംപ്ലിക്കേഷൻ മൂന്നാമത്തത് സിസേറിയൻ ആയതുകൊണ്ടും യൂട്രസും ബ്ലാഡറും അറ്റാച്ച് ആയതുകൊണ്ടും യൂട്രസ് റിമൂവ് ചെയ്യണം, അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ളത് അവർ കൺസെൻറ്റ് എഴുതി മേടിപ്പിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യും. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മൾ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഞാൻ വിചാരിച്ചു ശരിയാ, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് മാതാവ്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒന്നിനെ പറ്റിയും ടെൻഷൻ അടിക്കേണ്ട, മാതാവിന് വിട്ടുകൊടുക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ചും ദിവസവും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും വയറിൽ തേച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തൊക്കെ ടെൻഷൻസും എന്തൊക്കെ ഇത് വരുമ്പോഴും വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല, ഞങ്ങൾ മുറുകെ പിടിച്ചു. ഞങ്ങൾക്ക് ദൈവം, ഞങ്ങൾക്ക് ഈശോയും മാതാവും ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കുഞ്ഞിനെയും ഞങ്ങൾ ആക്ച്വലി 2 പിള്ളേർ കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ദൈവം തന്നിയ വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കൃപാസനം മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വർക്കിംഗ് പ്രൊമൈസിൽ മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സിന്, പള്ളിയിലും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവരോടും ഞങ്ങളിത് ഈ സാക്ഷ്യം ഞങ്ങൾ മുന്നോട്ടും പത്രം ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പത്രം ഞങ്ങൾ അബുദാബിയിൽ മുസ്തഫ ചർച്ചിൽ ഞങ്ങൾ ഓൾറെഡി ഇത് കൊടുത്തായിരുന്നു. മലയാളം ഇതിലാണ് കൊടുത്തത്. ഞങ്ങൾ മുന്നോട്ടും അത് ഫോർവേഡ് ചെയ്ത് എല്ലാവർക്കും ഇത് ചെയ്യും. അതുപോലെ തന്നെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ടച്ച് ആകുന്നത്, ഞങ്ങൾ ഈ വിശ്വാസത്തിലോട്ട് വന്നത് ഞങ്ങൾ ഇവിടുത്തെ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഇത്രയും അടുത്തായിട്ട് പോലും, ഞങ്ങൾ മുഹമ്മ ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തത് 2025. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾക്കറിയാം മാതാവ് നമ്മുടെ ഇടയിലുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡെയിലി ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴി നമ്മളോട് സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സഹായത്. അതുപോലെ തന്നെ അവിടെയാണേലും മുസഫ ഇതിലാണേലും നാട്ടിലാണെങ്കിലും ഫ്രണ്ട്സ് കൂടി വന്ന് ആരെങ്കിലുമൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മളിത് ചെയ്യുന്നുണ്ട്. മുന്നോട്ടും അത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഡെയിലി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഇച്ചായൻ രാവിലെ എന്നും പള്ളിയിൽ പോയിട്ടാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് തന്നെ. ഞാനും എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലും സിസ്റ്റത്തിൻ്റെ താഴെ മാതാവിൻ്റെ ചെറിയ രൂപമുണ്ട്. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു ദിവസം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പങ്കുവെക്കും. ഞങ്ങൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിൽ വളർത്തും. താങ്ക് യു. ജപമാല ഡെയിലി ഞങ്ങൾ ജപമാല ഡെയിലി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഇൻഡിവിജ്വലായിട്ട് ചൈന ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് വർക്ക് പ്രൊമൈസിലായതുകൊണ്ട് രണ്ടുപേരും ബൈബിൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേരെ കൊണ്ടും വായിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരോട് ബൈബിൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ലിസൺ ചെയ്തോന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. അതുപോലെ തന്നെ ധ്യാനം ട്യൂസ്ഡേയ്സിൽ വരുന്ന ധ്യാനത്തിൻ്റെ ഇതും കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഈശോയോടും കൃപാസനം മാതാവിനോടും അങ്ങേയറ്റം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. മാതാവ് ഈശോ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139 16 വചനമാണ്. ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ അറിയുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ആരുടെയും ജനനം യാദൃശ്ചികമല്ല, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്
ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. 6 വർഷത്തിന് ശേഷമുണ്ടായ കുഞ്ഞാണ് ഇമ്മാനുവൽ. ഈ മകന് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും തന്നെ കാണിച്ചു കൊടുത്ത ഒരു പേരാണ് ഇമ്മാനുവൽ. ഈ അച്ഛനും അമ്മയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ മെസ്സേജ് കണ്ടപ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതിന് ശേഷം വന്ന ഒരു സാക്ഷ്യം ഇമ്മാനുവൽ എന്നൊരു വ്യക്തിയുടേതായിരുന്നു. അപ്പോൾ തന്നെ ഒരു അടയാളം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ഓരോ കൃപാസനത്തിലെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഇമ്മാനുവൽ എന്ന ഒരു പേര് വരികയും അവിടെ ഒരു കൺഫർമേഷനായിരുന്നു, ഇവർക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേര് പണ്ടെങ്ങോ ആഗ്രഹിച്ചൊരു പേരാണ് ഇമ്മാനുവൽ, ആ പേര് തന്നെ നൽകാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 11-ാം തീയതി ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 11 ഈ മകൾ കൺസീവ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അമ്മയുടെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹമാണ് ഈ കുഞ്ഞ് ഇമ്മാനുവൽ. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞതുപോലെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും നിബന്ധനകളനുസരിച്ചാണ് പാലിച്ചത് ഉടമ്പടികൾ. ഉടമ്പടി മക്കൾ കൃപാസനം അമ്മയുടെ തട്ടിൽ തന്നെയുള്ള ഈ മക്കളാണ്. പക്ഷെങ്കിൽ ഒരാവശ്യ നേരത്തെ ആരോ പറഞ്ഞു കൊടുത്തു കൃപാസനത്തെ പറ്റിയും നിയോഗങ്ങളെ പറ്റിയും. പിന്നീട് യൂട്യൂബ് വഴിയാണ് ഈ മക്കൾ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കൃപാസനം യൂട്യൂബ് മറ്റുള്ളവർക്ക് പങ്കുചേർന്നുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ കൂടെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് യൂട്യൂബ് അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽ ചാനലായ FRVP ജോസഫ് കൃപാസനം എന്ന ചാനലിൽ കൂടിയാണ് സാക്ഷ്യങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കു ചെയ്യുകയും ചെയ്തത്. അത് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞ യൂട്യൂബിൽ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ യൂട്യൂബ് വഴിയാണ് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മക്കൾ ശ്രമിച്ചത്. പിന്നീട് ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വറി ചെയ്തപ്പോഴും ടെൻഷനായിരുന്നപ്പോഴും വൈഫ് പറഞ്ഞു കൊടുത്തത് നമ്മൾ ഉടമ്പടിയിലാണ്, നമുക്കെപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാണ്. ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തു തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തും. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് തന്നെ ആ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെ നടുവിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിച്ചത് ഞാൻ ഉടമ്പടിയിലാണ് എന്ന വിശ്വാസമാണ്. ഉടമ്പടിയിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ജനനത്തിന് മുമ്പേ നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും നമുക്ക് സമർപ്പിക്കാം. കൃപാസനം അമ്മ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആൻഡ്രോ സക്കറിയയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹം പ്രത്യേകിച്ചും ഈ കുഞ്ഞു ബാവ ഇമ്മാനുവലിന് അമ്മയുടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്നെ എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് വിദ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് സജി, എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ മോൾ ദിതി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ടീച്ചർ ആൻറ്റി ഉണ്ടായിരുന്നു. എല്ലാ മാസവും പള്ളിയിൽ വന്ന് വരാറുണ്ട്. ഞാൻ നേർച്ച പൈസയൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 2024 ആദ്യമായിട്ട് അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾ താമസിക്കുന്ന ഭവനം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് എഴുതി കിട്ടിയിട്ടില്ല. 35 വർഷമായിട്ട് ഞങ്ങൾ അതിൽ താമസിക്കുന്നു. അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് ആ വസ്തു ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഈ തടസ്സങ്ങളെല്ലാം മാറ്റി അതിൻ്റെ മേലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അമ്മയുടെ ഇടപെടൽ കാരണം മാറ്റിത്തരികയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ലോൺ അമ്മ തയ്യാറാക്കി തരികയും അത് പ്രകാരം ഞങ്ങൾക്ക് ആ ഭവനം നേടിയെടുക്കാൻ പറ്റുകയും ചെയ്തു. 35 വർഷമായിട്ട് ഒരു വാടക വീട് പോലെയാണ് ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞത്.
അപ്പം അതിനുശേഷം അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഞങ്ങൾക്ക് ആ വസ്തു സ്വന്തമായിട്ട് കിട്ടി. അതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞാൻ കൊല്ലത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ഒന്നും ഇത്രയും പൈസ കൊടുത്ത് പഠിച്ച് എഴുതാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ചുമ്മാതെങ്കിലും പറയുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പൈസയൊന്നും ചിലവാകാതെ ഞങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിൽ, പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി എന്ന പോലെ നോർക്ക വഴി ജർമ്മനിയിലോട്ട് ഒരു ജർമ്മൻ B1 ലെവൽ വരെ പഠിപ്പിക്കുകയും അവർ തന്നെ സെലക്ഷനാക്കി ജർമ്മനിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ എനിക്കതിന് സെലക്ഷൻ കിട്ടി. അതിൻ്റെ ഇൻ്റർവ്യൂവിനായാലും പരീക്ഷയ്ക്കായാലും അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉപ്പായാലും തൈലമായാലും ഞാൻ ഉപയോഗിച്ചാണ് പോയിരുന്നത്. അതുപോലെ തന്നെ അമ്മ എനിക്ക് നേടിത്തരികയും ഇപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ജർമ്മനിയിൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ എമർജൻസി 15 ദിവസത്തെ ലീവിന് വന്നതാണ് അമ്മയുടെ ഈ സാക്ഷ്യം പറയാനായിട്ട്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് സൗദി എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രഷറും എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഒരു താമസം, ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാരണം എൻ്റെ നിർബന്ധപ്രകാരം പുള്ളി ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരേണ്ട ഒരു കാര്യമുണ്ടായി. അതിനുശേഷം പുള്ളിക്ക് നാട്ടിൽ നല്ലൊരു ജോലി കിട്ടാതായി. പിന്നെ തിരിച്ച് സൗദിയിലോട്ട് പോകാൻ പറ്റാതായി. അതും അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അത്ഭുതകരമാവിധം പുള്ളിയുടെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വിളിക്കുകയും ഒരു വേക്കൻസി ഉണ്ട്, സജി അങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാവുകയും ഇപ്പോൾ സൗദിയിൽ ഇൻഹാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ എന്ത് കാര്യത്തിന് പോയാലും അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ വെക്കും. അത് എൻ്റെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ കാണും. അമ്മയുടെ തൈലം ഞാൻ എന്നും രാവിലെ തേച്ചിട്ടാണ് പോകാറുള്ളത്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എല്ലാം മരുന്നിന് മുന്നേ ഞാൻ ഈ തൈലമാണ് ഉപയോഗിക്കുന്നത്. ഉപ്പും ഉപയോഗിക്കാറുണ്ട്. ഈ ജർമ്മൻ്റെ എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും, ഇൻ്റർവ്യൂവിനായാലും എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് പോകുന്നത്. അതെനിക്കൊരു ധൈര്യമാണ്. കൊന്ത ഉപയോഗിക്കാറുണ്ട്, അതും എനിക്കൊരു ധൈര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമെന്ന്, ഞങ്ങളുടെ കുടുംബത്തിനെ പൊതിഞ്ഞു പിടിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പത്രം മേടിച്ച് പള്ളി മുറ്റങ്ങളിലും വരുന്ന ആൾക്കാരുടെ അടുത്തും, ഹിന്ദുക്കൾ തന്നെ ആണെങ്കിലും അവരുടെ അടുത്ത് അമ്മയുടെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അവിടുത്തെ ജർമ്മൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെല്ലാം സഹായിക്കാറുണ്ട്. ശരണാലയങ്ങളിലും അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരുന്നിടത്തും എന്നെക്കൊണ്ടാവുന്ന ഒരു തുക ഞാൻ മാസം നീക്കി വെക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ആര് സഹായത്തിന് വന്നാലും വെറും കൈയോടുകൂടി ഞാൻ മടക്കി വിടാറില്ല. എൻ്റെ വീട്ടുകാരായാലും ഞാനായാലും രാവിലെ വചനത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. ബൈബിള് വായിക്കാറുണ്ട്. 91 സങ്കീർത്തനം മുടങ്ങാതെ വായിക്കാറുണ്ട്. വചനം വായിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ച ധ്യാനം കൂടാറുണ്ട്. 1 മണിക്കൂർ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് 1 മണിക്കൂർ സ്വസ്ഥമായിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും കൊന്ത ചൊല്ലാറുണ്ട്. കൊന്തയെല്ലാം പഠിച്ചത് ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നഴ്സിംഗ് പഠിച്ചത്. അന്ന് തൊട്ടേ മാതാവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. അവിടെ ഒരു ചാപ്പൽ, മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരികളെല്ലാം കൊന്ത ചൊല്ലുന്ന വഴി ഞാൻ പഠിച്ചതാണ്. അന്ന് ഉടമ്പടി വന്നതിന് ശേഷമാണ് കുടുംബത്തിലും ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അതായത് ഈ ജർമ്മൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലാണ് ഈ ജർമ്മനിയിൽ ഇപ്പോൾ എത്തിപ്പെട്ടത്. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഞാനിവിടെ വന്ന് എത്തിപ്പെട്ടത് ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു. അത് ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് സാക്ഷാത്കരിച്ചത്. ഞങ്ങൾക്ക് എല്ലാം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23 2-ാം വചനമാണ്.
നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്കും ജലാശയത്തിലേക്കും നയിക്കുന്നത് പോലെ ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളെ ദൈവമാണ് നയിക്കുന്നത്. പച്ചപ്പുള്ള ആ സ്ഥലം ഒരുപക്ഷെ കൃപാസനം അമ്മയുടെ ഈ സന്നിധിയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ച് ആ പച്ച പുൽത്തകടിയിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാശ്വാസവും സന്തോഷവും സമാധാനവും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. മനസ്സിൽ ഭയങ്ങളും രോഗങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ആവാം ഒരുപക്ഷെ നാം പരിശുദ്ധ അമ്മയുടെ അരികിലെത്തുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും കണ്ണുനീർ തുടച്ച് നമ്മെ തിരിച്ചുവിടുന്ന ഒരമ്മയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ ആശങ്കകളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെ വാത്സല്യവുമാണ് നമ്മുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യ എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 35 വർഷത്തോളവും വീട് സ്വന്തം സ്ഥലപ്പേരിലില്ലായിരുന്നു. 35 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത വഴി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും നടത്തിക്കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് ഒരു ജോലിയുടെ കാര്യമാണ്. അതും ഈ മകൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നുമില്ലാത്ത രീതിയിൽ എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലിക്ക് പോകണം, അതമ്മ ക്രമീകരിച്ച് നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നോർക്ക കമ്പനി വഴി പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജർമ്മനിയിൽ ജോലി ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് മെറിറ്റില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മുടെ കഴിവ്, നമ്മുടെ മെറിറ്റില്ലായ്മയാണ്. നമുക്ക് മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം സാധ്യമാണ്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗം വെക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ജർമ്മനിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി നൽകിയത്. അതുകൂടാതെ ഹസ്ബൻഡ് ജോലിക്കാരെ നിയോഗമായി സമർപ്പിച്ചു. സൗദിയിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയും നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് സൂപ്പർവൈസറായിട്ട് ജോലി നൽകിയത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കാരുണ്യവുമൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോഴെല്ലാം ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ ഓരോ കാര്യത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാവും ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനവും. ജർമ്മൻ ഭാഷയിൽ പോലും പത്രം മേടിച്ച്, കൃപാസനം പത്രം മേടിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോവുകയും എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നതിന് പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നത്. അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് ഈ മക്കൾ വന്നിരിക്കുന്നത്. ഇവരെ ഇനിയിപ്പോൾ തിരിച്ച് സൗദിക്കും ജർമ്മനിക്കുമൊക്കെ തിരിച്ചു പോകുമ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ മറന്നില്ല. നന്ദി പറയുന്നത് ഈശോയുടെ അമ്മയുടെ സ്നേഹത്തെ പ്രതിയാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക, അതും മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന, മറ്റുള്ളവരെയും ഈശോയിലേക്കും അമ്മയിലേക്കും അടുപ്പിക്കുന്ന, ദൈവത്തിന് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. അതും മറക്കാതെ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൻപുറങ്ങളിലേക്ക്, ജലാശയമുള്ള ആ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കുവാനായിട്ട് നമ്മുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ നയിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾക്കും ആ അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിദ്യയ്ക്കും കുടുംബത്തിലും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലേസി ഷീജ. ഞാൻ കൊല്ലം അഴീക്കൽ നിന്ന് വരികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 11 പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ പുതുക്കാൻ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തരികയുണ്ടായി.
ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഇടത് വിരലിൻ്റെ തള്ളവിരൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തിരുവല്ല ബിലീവേഴ്സിൽ ചെന്ന് ഡെർമറ്റോളജിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞ് കൈ നല്ലതുപോലെ സൂക്ഷിക്കണം. അവരൊരു നെയിൽ പോളിഷ് 900 രൂപ വിലയുള്ള തന്നു ഇടാനായിട്ട്. എന്നിട്ട് എപ്പോഴും അത് വിരൽ ക്ലീൻ ചെയ്ത് ഗ്ലൗസ് ഉപയോഗിച്ച് ജോലികളൊക്കെ ചെയ്യാനും പിന്നെ വിരൽ 2 നേരവും വൃത്തിയായി പിന്നെ ഓയിൽമെൻ്റൊക്കെ ഇടാനും പറഞ്ഞു. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ജോലി ചെയ്യുന്ന അവസ്ഥയിൽ. അങ്ങനെ സഹായത്തിന് എൻ്റെ ഹസ്ബൻഡായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി തരുന്നതും. അപ്പോൾ എനിക്കത് ഒന്നുകൂടെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ നെയിൽ പോളിഷ് മാറ്റിയിട്ട് ഞാൻ വെഞ്ചരിച്ച തൈലം ഇടുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ വിരലിന് മാറ്റം ഉണ്ടായി. പിന്നീട് ഞാൻ ആ നെയിൽ പോളിഷെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് ഞാൻ ആ തൈലം ഇട്ട് ഇന്ന് പൂർണ്ണ സൗഖ്യം എനിക്ക് പ്രാപിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ അസുഖം, കുടലിന് ചെറിയ ചെറിയ കുരുപ്പുകളുണ്ടായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഇത് സൂക്ഷിക്കണമെന്നും, അപ്പോൾ ആ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. ഈശോയ്ക്കും ഇവിടെ പരിശുദ്ധ അമ്മയ്ക്കും കോടാനകോടി നന്ദി അറിയിപ്പിക്കുന്നു. എൻ്റെ പേര് ചാർലി മെൻഡസ്, അഴീക്കൽ കൊല്ലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത്, എൻ്റെ കുടലിന് കുരുപ്പുകളുണ്ടായിരുന്നു. ആദ്യമേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് മെഡിസിൻ തന്നു നോക്കാം. പിന്നെ രണ്ടാമത് ഓപ്പറേഷന് തയ്യാറായി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ മയക്കുമരുന്ന് ഡോക്ടർ വരുന്നതിന് മുമ്പായി ഒന്നും കൂടെ ഡോക്ടർ എന്നെ ഒരു ചെക്കപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, ഒന്നിൻ്റെയും കാര്യമില്ല, നിങ്ങൾ പൂർണ്ണ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ഇത് ഞാൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ പല സ്ഥലത്തും തിയേറ്ററുകളിൽ ആളുകളെ ഓപ്പറേഷൻ ചെയ്യുന്നവരെ മാറ്റി മാറ്റി കിടത്താറുണ്ട്. അങ്ങനെ കിടന്ന കൂട്ടത്തിൽ മലന്ന് കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു വെളിച്ചം ഞാൻ കണ്ടു. അപ്പോൾ ഡോക്ടർ വരികയും ഈ സംഭവങ്ങൾ നടക്കുകയും എല്ലാം ഒരുപോലായിരുന്നു. ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ ഒരു സാക്ഷ്യം പറയാനാണ് എനിക്ക് അവസരമുണ്ടാക്കി തന്ന പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞാൻ ഇവിടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 18 വർഷം ഇവിടെ ജോലി ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം പോലും ഇവിടെ തിരിഞ്ഞു വരാൻ എൻ്റെ മനസ്സ് വന്നിട്ടില്ല. അപ്രത്യക്ഷമായിട്ടുള്ള നിമിഷത്തിൽ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളുമായി സംസാരിക്കുന്ന സമയത്ത് നാളെ ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് ഞാനും വരുന്നുണ്ട്, നീ എപ്പോൾ വരും എന്ന് ചോദിച്ചു. ആ അടിസ്ഥാനത്തിൽ അവൾ അന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞ് ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടു, ഉടമ്പടി എടുത്തു, എങ്ങനെ ഞങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് 18 വർഷം ഞാൻ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് വരാൻ മനസ്സ് വന്നിട്ടില്ല. 2019 മെയ് 21 ഞാൻ പെൻഷൻ പോയി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തിൽ കാലുകുത്തുന്നത്. 11/11/2023 ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടാണ് വന്നത്. മകളന്ന് പഠിക്കുകയായിരുന്നു, ഉക്രൈനിൽ പഠിക്കുകയായിരുന്നു. പക്ഷേ മകൾ വന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ മകളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. അതിനുശേഷം FMG പരീക്ഷ എഴുതുവാൻ എൻ്റെ മകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. അതും പൂർണ്ണ സൗഖ്യത്തോടു കൂടി വന്നു. എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കാരണമാണ് ഞങ്ങൾ, അല്ലെങ്കിൽ FMG പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം 7-ാം തീയതി 2:30 മണിക്കാണ് ഈ റിസൾട്ട് അറിയുന്നത്. ആ ദിവസം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിഞ്ഞ ഈ ഭൂമിയിൽ ആരമ്മയെ മുട്ടിപ്പായി വിളിച്ചാലും അവർക്ക് പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ഉത്തരവും കിട്ടും. ഞങ്ങൾക്ക് പലമാതിരി അനുഭവങ്ങൾ ഞങ്ങളിലുണ്ടായി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ കുടുംബ ഭദ്രതയും എനിക്ക്
ആകെയുള്ള ഇതൊരു മകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇന്ന് വരെ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തനാണ് ഞാൻ. എൻ്റെ മോടെ ആദ്യ അക്ഷരം എഴുതിക്കുന്നതും വള്ളാർപടം മുത്തിയമ്മയുടെ അടുത്താണ്. അങ്ങനെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഞാൻ 83-ൽ ഞാൻ പട്ടാളത്തിൽ പോയി. 18 കൊല്ലം അവിടെ നിന്ന് സർവീസ് ചെയ്ത് വന്നപ്പോൾ ശേഷമാണ് ഞാൻ പോലീസിൽ ചേരുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദികൾ നമിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ തിരുക്കുമാരനും ത്രിത്വൈക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അമല ചാർലി. ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ അമല ചാർലി എന്ന പേരിന് മുൻപിൽ പ്രിഫിക്സായി ഡോക്ടർ എന്നൊരു പ്രിഫിക്സ് അമ്മയുടെ മാധ്യസ്ഥത്താൽ എനിക്ക് കിട്ടി. ഞാൻ കൊല്ലം അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 28-നാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ FMG എക്സാമാണ്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ പഠിച്ചത് യുക്രൈനിലായിരുന്നു. യുക്രൈനിലെ വാർ കാരണം ബാക്കി എൻ്റെ ഫർദർ 2 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ജോർജിയയിലാണ്. ശേഷം ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. FMG എക്സാമിന് പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. 3-ാമത്തെ അറ്റംപ്റ്റിന് മുൻപായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുന്നേ തന്നെ എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ഉടമ്പടി ആ സമയത്ത് ഞാൻ സ്വന്തമായി എടുക്കണമെന്ന് വിചാരിച്ചില്ല. മൂന്നാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. ക്ലാസ്സിൻ്റെ ടൈമിൻ്റെ പ്രശ്നവും കാരണമൊക്കെ എനിക്ക് ഡെയിലി കുർബാനയിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, എക്സാം കൊടുത്തു. പക്ഷേ 3rd അറ്റംപ്റ്റും എനിക്ക് കിട്ടിയില്ല. 1 മാർക്കിന് പോയി. 150 വേണമായിരുന്നു, 149 മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ 1 മാർക്കിന് ഫെയിലായിപ്പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഉടമ്പടിയുടെ 2ാമത്തെ പുതുക്കലിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ആ ഒരു ടൈമിൽ ഞാൻ ജോയിൻ ചെയ്ത ആ ഒരു ക്ലാസ്സിൻ്റെ ടൈമിങ്ങും അവർ എനിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലോട്ട് മാറ്റി. പണ്ട് രാത്രി 11 മണിക്കിട്ടിരുന്ന എക്സാം അവർ നേരത്തെ റീഷെഡ്യൂൾ ചെയ്ത് വൈകുന്നേരം 7 മണിക്കാക്കി. അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ എക്സാമിൻ്റെ അറ്റംപ്റ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് എനിക്ക് നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കിടക്കാനും പിറ്റേന്നുള്ള ദിവ്യബലിക്ക് നേരത്തെ തന്നെ പോകാനും വേണ്ടിയുള്ളൊരു സാഹചര്യം തന്നെ മാതാവ് തന്നെ ഒരുക്കിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് 4th അറ്റംപ്റ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. ജൂൺ 28-നായിരുന്നു. കഴിഞ്ഞ എക്സാം എല്ലാം സാറ്റർഡേയ്സിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യത്തെ എക്സാം വന്നത് സൺഡേയിലായതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ 2 days ബിഫോറാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. ഹോൾ ടിക്കറ്റ് എനിക്ക് വ്യാഴാഴ്ച എൻ്റെ മെയിലിൽ ഹോൾ ടിക്കറ്റ് വന്നു. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തു. വെള്ളിയാഴ്ച ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഹോൾ ടിക്കറ്റൊക്കെ അച്ഛൻ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയായിരുന്നു എക്സാമെങ്കിലും ഞങ്ങൾക്ക് 7 മണിക്ക് തന്നെ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞങ്ങൾ എക്സാം സെൻറ്റർ, എനിക്ക് കോട്ടയത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. കോട്ടയത്ത് ഞങ്ങൾ പോയി. ഞങ്ങളൊരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് വൈകുന്നേരം അവിടെ ചെന്ന സമയത്ത് ആൻറ്റി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ജംഗ്ഷനിൽ വന്നപ്പോൾ ആൻറ്റി തന്നെ ചോദിച്ചു, അവിടെ മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ മണർകാട് മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോകണമെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ എക്സാമിൻ്റെ സെൻറ്ററിലോട്ട് പോയി. സെൻറ്ററിൽ പോയി എനിക്ക് ഫിംഗർ പ്രിൻറ്റ് കിട്ടാനായിട്ട്, കൈയുടെ ഫിംഗർ പ്രിൻറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒരു വിധത്തിൽ ഫിംഗർ പ്രിൻറ്റ് കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ 3rd അറ്റംപ്റ്റിന് എനിക്ക് ഫിംഗർ പ്രിൻറ്റ് കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഒരു 50 above ക്വസ്റ്റ്യൻസ് എനിക്ക് മിസ്സായി പോയായിരുന്നു അന്ന്. അപ്പം ഞാൻ ഇപ്പോൾ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ
പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് എക്സാമിൻ്റെ ടൈമിൽ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലേ. അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഫുൾ ഓഫായി പോയായിരുന്നു. അങ്ങനെ ഒരു ടൈം ലാഗ് എനിക്ക് ഒരു 10 മിനിറ്റോളം എനിക്കിങ്ങനെ ടൈം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയ ടൈം നമുക്ക് പിന്നെ തിരിച്ചവർ തരത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റ്, 300 ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഫർദറായിട്ട് ചെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ടൈറ്റായിട്ടുള്ള ഇതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ആ എക്സാമിൻ്റെ ടൈമിൽ, മാതാവ് സമയത്തിൻ്റെ അധികാരിയാണല്ലോ, ആ ടൈമിൽ ഇതിൻ്റെ ഫർദറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് സമാധാനത്തോടെ എക്സാം ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ എക്സാം ഹാളിന് വെരിഫിക്കേഷന് ചെന്നു. കുഴപ്പമൊന്നുമില്ല. അത് ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ എക്സാമിൻ്റെ സിസ്റ്റത്തിന് മുന്നിൽ വന്നിരുന്നു. എക്സാമിൻ്റെ ഇടയ്ക്കും പിന്നെ അവർ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷന് വരും. അപ്പം 2 മൊഡ്യൂളായിട്ടാണ് ഞങ്ങൾക്ക് ഈ എക്സാം നടത്തുന്നത്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 4:30 വരെയാണ് ഞങ്ങൾക്ക് എക്സാം ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂളിലും എക്സാമിൻ്റെ ഇടയ്ക്കും ഫിംഗർ പ്രിൻറ്റിന് വന്നപ്പോൾ ഒന്നും കുഴപ്പമില്ലാതെ ഫിംഗർ പ്രിൻ്റൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് സെക്കൻഡ് മൊഡ്യൂളിന് കയറിയപ്പോഴും ആദ്യത്തെ ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ മൊഡ്യൂൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് രണ്ടാമത് പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് വന്നപ്പോൾ ആ ആദ്യം വെച്ച പാറ്റേണിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് കിട്ടണം. അതെനിക്ക് കിട്ടുന്നേ ഇല്ല. ആ പാറ്റേൺ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെയും ഒന്ന് സ്ട്രെസ്സായി. ഈ ഫിംഗർ പ്രിൻ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെയും അത്രയും ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് ഒരു ആൻറ്റി ആയിരുന്നു വന്നത്. അപ്പോൾ ആൻറ്റി ആദ്യം കുറച്ച് നോക്കി, ഫിംഗർ പ്രിൻ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൻറ്റി തന്നെ എന്നോട് പറഞ്ഞു, മോള് ടൈം കളയണ്ട, എക്സാം അറ്റംപ്റ്റ് ചെയ്തോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം ഞാൻ ഫിംഗർ എടുത്ത് വെക്കാനായിട്ട് പോയപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ എക്സാം അറ്റംപ്റ്റ് ചെയ്തോ, ഞാൻ തന്നെ നിൻ്റെ ഫിംഗർ മാറ്റി മറിച്ചുമൊക്കെ വെച്ച് നോക്കിക്കോളാമെന്ന് പറഞ്ഞ് എൻ്റെ ഫിംഗർ എടുത്ത് ആൻറ്റി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റൊക്കെ മാറ്റി വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ഫിംഗർ പ്രിൻറ്റ് കിട്ടി. ഞാൻ ആ സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ ബോധറേ അല്ലായിരുന്നു. കാരണം ആ ആൻറ്റി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ആ ഫിംഗർ പ്രിൻറ്റ് ആ ആൻറ്റി തന്നെ എടുത്തു. അങ്ങനെ ആ ഒരു ടൈമിൽ മാതാവിൻ്റെ ഇടപെടലുണ്ടായതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് എക്സാം ഭയങ്കര ടഫായിരുന്നു. ഈ പ്രാവശ്യം അവർ എല്ലാ പ്രാവശ്യവും PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളോട് ചോദിക്കാറുള്ളത്. എന്നിരുന്നാൽ പോലും ഈ പ്രാവശ്യം അവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ കംപ്ലീറ്റ് എക്സാമിൻ്റെ പാറ്റേൺ വരെ മാറ്റിക്കളഞ്ഞു. ഒരു വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം. പക്ഷേ ആ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നത് പോലും ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ 19 സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഒറ്റ എക്സാമിന് ഒറ്റ സ്ട്രെച്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 19 സബ്ജക്റ്റ് ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതെനിക്കിപ്പം ഒന്നുകൂടെ ഓടിച്ച് വായിച്ച് നോക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻറ്റേർണൽ മെഡിസിൻ്റെ ന്യൂറോളജി പാർട്ടാണ് എടുത്ത് വായിക്കാൻ തോന്നിയത്. ആ ഒരു ബേസ് ചെയ്തുള്ള വീഡിയോ ക്വസ്റ്റ്യൻസ് 2-3 എനിക്ക് കിട്ടി. പക്ഷേ അത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു കാലിബർ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു ബേസിസിൽ എനിക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റി. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പം ഞാൻ തന്നെ പറയും, മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞാനൊരു ക്ലിനിക്കൽ ബേസിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു ബേസിസിലാണ് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നൊന്നും അവർ ഫർദർ നേരത്തെ മുൻകൂട്ടി അറിയിക്കത്തില്ല. അവരെപ്പോഴെങ്കിലും തോന്നുന്നൊരു സമയത്ത് എക്സാമിൻ്റെ റിസൾട്ട് ഇടത്തേ ഉള്ളൂ. നമ്മളോട് നേരത്തെ കൂട്ടി പറയത്തൊന്നുമില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് തിമിരത്തിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മിയും ഡാഡിയും ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ആ സമയത്ത് മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. സാധാരണ എല്ലാ വർഷവും രാത്രിയാണ് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 7-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ഇവിടെ ചൊവ്വാഴ്ച ആരാധന ആ ഒരു ടൈമിലായിരുന്നു, ഉച്ചയ്ക്കത്തെ സമയത്തായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല. എൻ്റെ അനിയത്തിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഇതുപോലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, നീ പാസ്സായി, 157 മാർക്കുണ്ട് എന്ന് പറഞ്ഞത്.
അപ്പം ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മാർക്കിനകത്ത് ഒരു 7 അല്ലെങ്കിൽ ഒരു 8 എന്നുള്ളൊരു നമ്പർ കാണണേ എന്നിങ്ങനെ ഞാൻ ജസ്റ്റ് പറയായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു, ഈ എക്സാം പാസ്സാവുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റെത്തസ്കോപ്പ് പിടിക്കുക എന്നുള്ളത്. അത് പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ മുൻപിൽ ഒരു സാക്ഷിയായി എന്നെ നിർത്തണമേ എന്ന് ഞാൻ ഇങ്ങനെ എനിക്കൊരാഗ്രഹം പോലെ പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ എല്ലാം വന്നത്, എൻ്റെ റിസൾട്ട് വന്നത് 7-ാം തീയതി ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത്, ആ ഒരു ആരാധന കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അതും 7-ാം തീയതി തന്നെ. എനിക്ക് കിട്ടിയ മാർക്കിനകത്ത് 157 ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാതാവും ഈശോയും ത്രിത്വൈക ദൈവവും അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അവരില്ലായിരുന്നെങ്കിൽ എനിക്കിത് ഒട്ടും എൻ്റെ മെറിറ്റിൽ നിൽക്കുന്ന കാര്യമല്ല. എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, അല്ലെങ്കിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ടോപ്പിക്സ് ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് ഒന്നും കൂടെ നോക്കെന്ന് പറയും. അങ്ങനെ അതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോലും എവിടെയോ വായിച്ചത് പോലുള്ള ക്വസ്റ്റ്യൻസ് കുറേ കിട്ടി. അതുപോലെ അച്ഛൻ ഇവിടെ പറയുന്നത് പോലെ ഒരു വചനത്തിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് വേറൊരു പാർട്ടിലായിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ എനിക്ക് ആ ഒരു പോയിന്റ് ബേസ് ചെയ്ത് ഞാൻ സബ്ജക്റ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പം അതും എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു വെളിപ്പെടുത്തൽ പോലാണ്. അങ്ങനെ മാതാവും ഈശോയും എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് ഈ വിജയം തന്നു. കാരണം പാസിംഗ് പെർസെൻറ്റേജ് ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു. 12 പാസിംഗ് പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പാസിംഗ് പെർസെൻറ്റേജിൽ ഇത് എൻ്റെ വിജയമല്ല, ഇത് മാതാവിൻ്റെയും ത്രിത്വൈക ദൈവത്തിൻ്റെയും വിജയമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ പത്രം മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡുകൾ, ഹോസ്പിറ്റൽസ്, അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഓരോരുത്തർക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വഴിയിൽ കാണുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്കും ഒക്കെ അങ്ങനെ കൊടുക്കുകയായിരുന്നു. പിന്നെ ആത്മീയമായി വന്ന വളർച്ചയെന്ന് പറയുമ്പം കൂടുതൽ ദിവ്യകാരുണ്യത്തിനോട് ഒരടുപ്പം തോന്നാൻ തുടങ്ങിയത് പണ്ടും ദിവ്യബലികളിൽ പങ്കെടുക്കുമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നാൻ തുടങ്ങി. അതുപോലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വീട്ടിലെ തിരുഹൃദയം നോക്കിയിട്ട് എനിക്കെന്തോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തിരുഹൃദയ പടം നോക്കി. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി, ഒരു ദൈവത്തിനോടുള്ള സ്നേഹവും അറ്റാച്ച്മെൻറ്റും കൂടി. അതുപോലെ ബൈബിള് വായിക്കാൻ, നേരത്തെ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം വായിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വായിക്കാം എന്നൊരു മനസ്സിലൊരു തോന്നൽ, കുറച്ചുകൂടെ പോകാം, അല്ലെങ്കിൽ ഓരോ തവണ വായിക്കുമ്പോഴും അതിൻ്റെ ഡീപ്പർ മീനിങ് കിട്ടുന്നത് പോലൊക്കെ തോന്നി. അതുപോലെ അച്ഛനൊക്കെ പറയുമ്പോഴായാലും ഇപ്പം വചനം പറയുമ്പോൾ ഓക്കെ ആ വചനമാണല്ലോ എന്ന് പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആത്മീയ വളർച്ചയുണ്ടായി. ഈശോയ്ക്കും മാതാവിനും ത്രിത്വൈക ദൈവത്തിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 89-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബ്ലെസി ചാർലി, അമല ചാർലി തങ്ങളുടെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇവിടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവിടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുത്ത വലിയ അനുഭവങ്ങൾ. ഈ അമ്മയുടെ രോഗസൗഖ്യമാണെങ്കിലും അപ്പച്ചൻ്റെ രോഗസൗഖ്യവും കയ്യിലുണ്ടായിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതേ തുടർന്ന് അപ്പച്ചന് കുടൽ സംബന്ധമായ അസുഖമാണെങ്കിലും അത് പരിപൂർണമായ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെയാണ് അത് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുക. കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സൂചനയായിട്ട് കാണിക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചൊക്കെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അടയാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കാരണം നീണ്ട 18 വർഷങ്ങൾ ആലപ്പുഴയിൽ സേവനം ചെയ്തിട്ടും ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു കാരണം ഇടയാക്കിയതും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു കടമ്പ കൂടിയായിരുന്നു. അതുതന്നെയാണ്
പൂർണ്ണമായൊരു സൗഖ്യം നൽകി കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവരുടെ മകളായ അമല ചാർലിയുടെ FMG എക്സാം പാസ്സാകുന്നത് അത് പൂർണ്ണമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു എക്സാം കൂടിയാണ്. കാരണം ഈ വർഷം നിരവധി മനുഷ്യർ എഴുതിയിട്ട് 12% ആൾക്കാരാണ് പാസ്സായത്. അപ്പോൾ തന്നെ നമുക്ക് ഈ മകളുടെ വാക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് 4 തവണ എഴുതി, അതിൽ 3 തവണ ചില കാരണങ്ങളാൽ അത് ഫെയിലായി പോകാനുള്ള സാഹചര്യമുണ്ടായി. എന്നാൽ 4ാമത്തെ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും അത് പരിശുദ്ധ മാതാവിനുള്ള ഒരു ഉറച്ച വിശ്വാസത്തിനും കൂടിയാണ് ഈ എക്സാം എഴുതാനായിട്ട് പോവുക ചെയ്യുന്നത്. കാരണം നിറച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയോടാണെങ്കിലും, കാരണം കഴിഞ്ഞ 3 തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള എററുകളൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്രാവശ്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്തിയില്ലെന്നുള്ളൊരു പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചെന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണയിൽ ഈ മകൾ ആഗ്രഹിച്ച രീതിയിൽ അത് പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാരണം പരിശുദ്ധ അമ്മയുടെ അടയാളം എന്നോണം ഒരു 7 എന്ന സംഖ്യ എൻ്റെ മാർക്കിൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് അടയാളമായിട്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തനിക്ക് 157 മാർക്ക് നൽകി അനുഗ്രഹിക്കുമ്പോഴാണ്. അത് ഈ മകളുടെ വാക്കിൽ നിന്ന് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും